ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ സെറ്റ് ഡിസ്കഷൻ ചെയ്യുന്ന ഒരു സീരീസ്, മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന സീരീസ് ഓൾറെഡി കുറെ നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരുന്നത്. അതിനകത്ത് 2024 ജനറൽ PSC മാഡത്തിലുള്ള മുഴുവൻ മുൻവർഷ ചോദ്യ പേപ്പറും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ 2025 PSC മാഡത്തിലുള്ള മുൻവർഷ ചോദ്യ പേപ്പർ, ജനറൽ പരീക്ഷ മാഡത്തിലുള്ള മുൻവർഷ ചോദ്യ പേപ്പർ ആയിരിക്കും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. അതിൽ പ്രീവിയസ് ഇയർ സെറ്റ് ലഭ്യമാണ്. അപ്പൊ ആർക്കും പ്രീവിയസ് ഇയർ സെറ്റ് വേണമെങ്കിൽ ഈ ഒരു അതായത് PSCയുടെ പ്രീവിയസ് ഇയർ സെറ്റുകളും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ് ഒക്കെ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പൊ നമുക്കിന്ന് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഇവിടെ ഒന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാട്ടോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കാറ്റഗറി നമ്പർ നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് 057/2025 ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ PSC എന്ത് ചെയ്തിരിക്കുകയാണ്, ക്യാൻസൽ ചെയ്തേക്കുന്ന ചോദ്യമാണ്. സെക്കൻഡ് ചോദ്യം, ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 2 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്, പ്രാചീന മലയാളം, അതുപോലെ ആദിഭാഷ, ദെൻ വേദാധികാര നിരൂപണം. ഇത് മൂന്നും എന്താണ്, ചട്ടമ്പി സ്വാമിയുടെ ആണ്. ആത്മോപദേശകന്മാരുടെയാ, ശ്രീനാരായണ ഗുരുവിന്റെയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേക്കുന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായിട്ടുള്ളവ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ശരിയായിട്ട് വരിക ഒന്ന് നോക്കിക്കേ. 1941 കയ്യൂർ ലഹളയുമായി ബന്ധപ്പെട്ട് 1943 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിലേക്കുന്നവരുടെ പട്ടികയിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്, ഫസ്റ്റ് വൺ കൊടവര കുഞ്ഞമ്പു നായർ തൂക്കിലേറ്റി വരുന്ന വ്യക്തിയാണ്. അതുപോലെ കൊയ്യത്താറ്റത്തിൽ ചീരുകണ്ഠൻ ശരിയാണ്. കൃഷ്ണൻ നായർ തെറ്റാണ്. പള്ളിക്കൽ അബൂബക്കർ ശരിയാണ്. അപ്പോ 1, 2, 4 ശരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അമേരിക്കൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. 4ാമത്തെ റൈറ്റ് ആൻസർ ഏതാണ് വരിക, 4 PSCക്ക് ആൻസർ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അടുത്തത് 5, 1945 ഒക്ടോബർ 24 നിലവിൽ വന്ന ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക, ഭാവി തലമുറയെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുക ശരിയാണോ, ശരിയാണ്. അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക ശരിയാണ്. അതുപോലെ ലോക ജനതയുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ഉറപ്പുവരുത്തുക തെറ്റാണ്. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുക ശരിയാണ്. 1, 2, 4 ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പാമ്പൻ പാലവും ബന്ധപ്പെട്ട് തന്നിരുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം ശരിയാണോ, ശരിയാണ്. അതുപോലെ തന്നെ 1961 പഴയ പാമ്പൻ പാലത്ത് നിർമ്മാണം പൂർത്തിയായി തെറ്റാണ്. ദെൻ 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്ത് ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ശരിയാണ്. അതുപോലെ തന്നെ പുതിയ പാലത്തിന് സമുദ്രത്തിൽ നിന്നും 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവുമുണ്ട് ശരിയാണോ, ശരിയാണ്. അപ്പൊ 1, 3, 4 ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം. സിന്ധു നദി നമിച്ചം കീറി മുറിച്ച് ആഴമേറി താഴ്വരയോട് ഒഴുകുന്നു ശരിയാണോ, പ്രസ്താവന തെറ്റാണ്. യമുന ഗംഗയുടെ പ്രധാന കൈവഴി അലഹബാദ് വെച്ച് കൂടിച്ചേരുന്നു, അത് ശരിയാണ്. കോസി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ശരിയാണ്. ബ്രഹ്മപുത്ര ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ഗൾഫ് ഓഫ് സ്ട്രീം എന്ന വേഗതയേറിയ സമുദ്രജല പ്രവാഹം ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്, ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്, ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ്. ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സമുദ്ര മേഖലയിൽ പേരുകൾ നൽകി ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 9 റൈറ്റ് ആൻസർ ഏതാ വരുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രം ആണോ, സൈക്ലോൺ ശരിയാണ്. അതുപോലെ തന്നെ പിന്നെയോ അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ സമുദ്രം, കരിക്കൽ ശരിയാണ്. ദെൻ ചൈന കടൽ, പസഫിക് കടൽ, ടൈഫൂൺ ശരിയാണോ, ശരിയാണ്. ഓപ്ഷൻ 4 തെറ്റാണ് കേട്ടോ. ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് ഏതാ വരിക, 9 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം, റോഡ് സാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ആരാണ്, കേരളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏതാണ്, ഏതാ, പാമ്പാടും ചോല നാഷണൽ പാർക്കാണ് ഏറ്റവും ചെറുത്.
ധരാതലീയ ഭൂപടങ്ങളിൽ അടുത്തതായി വരയ്ക്കുന്ന കോണ്ടൂർ രേഖകൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു? എന്തിനെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത്? 12 റൈറ്റ് ആൻസർ ഏതാണ്? കുത്തനെയുള്ള ചെരിവാണ്. നികുതി, പൊതുചെലവ് എന്നിവ ബന്ധപ്പെട്ട് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരത കൈവരിക്കുന്ന ഗവൺമെന്റ് നയം അറിയപ്പെടുന്നത് ഏതാണ്? ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ധനനയം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറക്കുമതി ചുങ്ക നിരക്ക് കുറച്ചുകൊണ്ട് വരിക എന്ന ലക്ഷ്യം ഏത് പരിഷ്കരണവും ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതു പരിഷ്കരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ സി വ്യാപാര നിക്ഷേപ പരിഷ്കരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ഏതാണ് ആ ബാങ്ക്? 15. ഓപ്ഷൻ ഡി ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്കാണ്. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ് മുൻപിൽ നിൽക്കുന്ന സംസ്ഥാനം? ഒഡീഷയാണ് കേട്ടോ. ഏതാണ്? ഒഡീഷ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്തായിട്ട് വരുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 51 മുതൽ 56 വരെ ശരിയാണ്. ഹരിതവകുപ്പിന് തുടക്കം കുറിച്ച് 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ശരിയാണ്. ഇന്ത്യയുടെ റോളിംഗ് പ്ലാൻ പദ്ധതി നടപ്പിലാക്കിയത് 68-70 കാലയളവിലാണ്. തെറ്റാണ്. 11-ാം പഞ്ചവത്സര കാലയളവ് 2007 മുതൽ 2012 വരെയാണ്. ശരിയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2025-26 കേന്ദ്ര ബഡ്ജറ്റിലെ പ്രധാനമന്ത്രി ധാന്യ കൃഷി യോജന പദ്ധതി എത്ര കാർഷിക വിളകൾ ഉൾപ്പെടുന്നു? എത്ര കാർഷിക വിളകൾ ഉൾപ്പെടുന്നു? നമ്മുടെ 18 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ 100 കാർഷിക വിളകളാണ് കേട്ടോ ഉൾക്കൊള്ളുന്നത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളും ആശയങ്ങളും അവിടെ കടം കൊടുത്ത രാജ്യങ്ങളും പേരുകളും ചുവടെ തന്നിരിക്കും. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഏതാണ് ചേരുംപടി ചേർക്കുമ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, എന്താണ്? നിർമ്മാണ പ്രക്രിയ എങ്ങോട്ടേക്ക് വരും? ബ്രിട്ടനിലേക്ക് വരും അല്ലെ. ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എങ്ങോട്ടേക്ക് വരും? അമേരിക്കയിലേക്ക് വരും. ദെൻ എന്താണ്? 3 അർദ്ധ ഫെഡറൽ സംവിധാനം അതെങ്ങോട്ടാ വരുന്നേ? കാനഡയാണ് വരുന്നത്. നിർദ്ദേശത്വങ്ങൾ അയർലൻഡ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറഞ്ഞ പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലിക അവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. ശരിയാണ്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 7 മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. തെറ്റാണ്. 2 മാത്രമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ഇന്ത്യൻ ഭരണഘടന വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ശരിയായത് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ചേരുമ്പോൾ ഒരുമിച്ച് ചേർത്ത് നോക്കാം. 42-ാം ഭേദഗതി എങ്ങോട്ടാണ്? ഭരണഘടനയുടെ ആമുഖത്തിലെ സോഷ്യലിസ്റ്റ് സർക്കുലർ എന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി. അപ്പൊ 4ലേക്ക് വരുന്നു. ദെൻ 86-ാം ഭേദഗതി എന്തിലേക്ക് വരുന്നു? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിലേക്കാണ് വരിക. ദെൻ 73-ാം ഭേദഗതി അതെങ്ങോട്ട് വരും? പഞ്ചായത്ത് രാജ് നിയമ ഭേദഗതിയിലേക്ക് വരും. 52-ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമമാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്ര നയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 23 റൈറ്റ് ആൻസർ ഏതാണ്? അയിത്താചാര നിർമാർജനം എന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവ കേന്ദ്രകാര്യ നിർവഹണ വിഭാഗവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 24 റൈറ്റ് ആൻസർ ഏതാണ് വരിക? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തിന് തലവൻ പ്രസിഡന്റും ഗവൺമെന്റ് തലവൻ പ്രധാനമന്ത്രിയുമാണ്. ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും നിയമമാകുന്ന പ്രസിഡന്റ് അംഗീകാരത്തോടു കൂടിയാണ്. ശരിയാണ്. ഭരണഘടന 99-ാം ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ ലോകസഭയിൽ മൊത്തം അംഗങ്ങളുടെ 20% കൂടാൻ പാടില്ല. ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. ഏതാണ് ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി വനമാണ് അല്ലെ. ഏതാണ്? വനമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് നോക്കിക്കേ. സംസ്ഥാനത്തിലെ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ നിന്നും ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുന്ന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ശരിയാണോ പ്രസ്താവന? ശരിയാണ്. സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഗവൺമെന്റിന്റെ ധനസ്ഥിതി പരിശോധിക്കുന്ന ഓരോ 10 വർഷം കൂടുന്തോറും സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതിൽ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. തെറ്റാണ്.
പഞ്ചായത്ത് രാജ് ഒരു അധികാരങ്ങളും ചുമതലകളും ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടന 11-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുന്നതിനായി അവതരിപ്പിക്കപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചേക്കുന്നത്. ആരാണ് ഉന്നതതലയുടെ അധ്യക്ഷനായിട്ട് വരിക? രാംനാഥ് കോവിന്ദ് ആണ് കേട്ടോ. ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. കേരളത്തിലെ 3 അക്ക സമുദായങ്ങളിൽ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനും പ്രവേശന മത്സര പരിശീലനത്തിനും കേരള സംസ്ഥാന സമുദായങ്ങളുടെ ക്ഷേമ കോർപ്പറേഷൻ നൽകുന്ന സ്കോളർഷിപ്പിന്റെ പേരെന്ത്? ഏതാണ് സ്കോളർഷിപ്പിന്റെ പേര്? ഓപ്ഷൻ ഡി വിദ്യാസമുന്നതിയാണ് കേട്ടോ. വിദ്യാസമുന്നതി. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ആര്? ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. ആരാണ്? മുഖ്യമന്ത്രി. പ്രസ്താവന ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട് യോജിച്ച പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് യോജിച്ച പ്രസ്താവന? ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടന 73-ാം പഞ്ചായത്തുകളെയും 74-ാം ഭേദഗതി മുനിസിപ്പാലിറ്റികളെയും പ്രാദേശിക ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടാണ്. ശരിയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മുഴുവൻ സമ്മതിദായരും അതാത് വാർഡ് ഗ്രാമസഭകളിൽ അംഗമാണ്. ശരിയാണ്. കേരള സംസ്ഥാനത്തെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എല്ലാ തലങ്ങളിലും മൊത്തം സീറ്റുകൾ 50% സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. 3 പ്രസ്താവനകളും എന്താണ്? ശരി തന്നെയാണ്. ഇവയെല്ലാം ശരിയാണ്. മയക്കുമരുന്നുകളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയാൻ കേരള സംസ്ഥാന പോലീസ് രൂപം നൽകിയ പദ്ധതിയുടെ പേര് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി യോദ്ധാവ് എന്നതാണ് കേട്ടോ. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണം കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ പേരെന്ത്? ഏതാണ്? ഓപ്ഷൻ എ സിറോഫ്താൽമിയാണ്. സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എയ്ഡ്സ് ബോധവൽക്കരണം എന്ന ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ക്ലബ്ബ് ഏത്? ഏതാണ് ആ ക്ലബ്ബ്? ഓപ്ഷൻ ഡി റെഡ് റിബൺ ക്ലബ്ബ് ആണ് കേട്ടോ. ഏതാണ്? റെഡ് റിബൺ ക്ലബ്ബ്. മനുഷ്യനിലെ അസ്ഥികളും ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകുന്നു. അവയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 34 റൈറ്റ് ആൻസർ. പ്രായപൂർത്തി മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. മനുഷ്യരിൽ 12 ജോഡി വാരിയെല്ലുകളും ഉണ്ട്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അമൃത ദേവി ബിഷ്ണോയ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 35 റൈറ്റ് ആൻസർ. വനസംരക്ഷണമാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമോലേഡി എന്ന മനുഷ്യ പൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഏത് ഗുഹയിൽ നിന്നാണ്? 36 ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റോർ കേവ് നിന്നാണ് കേട്ടോ. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? 37 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സുനിത വില്യംസിനെയാണ്. പ്രകാശത്തിന്റെ ആവർത്തി F1 എന്ന മൈക്രോവേവിന്റെ ആവർത്തി F2 എക്സ് കിരണങ്ങളുടെ ആവർത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായി തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 38 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്. ഒരു പ്രൊജക്ടൈലിന്റെ പാറക്കൽ സമയം 2 സെക്കൻഡ് അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 39 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി 5 മീറ്റർ ആണ്. താഴെ പറയുന്ന പ്രസ്താവന ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായവ ഏതൊക്കെ എന്നാണ് ചോദിച്ചേക്കുന്നത്. 40 റൈറ്റ് ആൻസർ ഏതാണ് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഭൗമോപരിതലം താഴേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. തെറ്റാണ്. ധ്രുവങ്ങളിലേക്ക് ജിയുടെ ഏറ്റവും ഉയർന്ന മൂല്യം ഉണ്ട്. അപ്പോ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബഹിരാകാശ ഉപഗ്രഹങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപകരണമാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഏതൊക്കെയാണ്? 41 റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 42 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഫെർമിയമാണ്. താഴെ കൊടുത്ത പ്രസ്താവന അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 43 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ശരിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. ശരിയാണ്. അമോണിയ വ്യാപനം ഉത്പന്ന സമ്പർക്ക പ്രക്രിയയിലൂടെയാണ്. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ചുവടെ തമ്മിൽ ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു? ഏത് വാതക നിയമത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്? നോക്കിക്കേ. ഓപ്ഷൻ സി ഗെ ലൂസ്ക നിയമത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ചന്ദ്രൻ ദക്ഷിണ ധ്രുവത്തെ ഏത് അലോഹ മൂലകത്തിന്റെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3യിൽ കണ്ടെത്തിയത്? ഇതിനകത്താണ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ തൃശൂർ പൂരം ആരംഭിച്ച രാജാവ് ആരാണ്? ആരാണ്? ശക്തൻ തമ്പുരാനാണ്. താഴെ പറയുന്നവർ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തത് ആരാണ്? ആരാണ്? 47 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ
മാർ കുര്യാക്കോസ് ഏലിയസ് ചാവറയും ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രായം ചെന്നവർക്ക് വേണ്ടി മധ്യ കേരളത്തിൽ അനാഥാലയങ്ങൾ സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. ശരിയാണ്. വേദാധികാരണം ഗ്രന്ഥം രചിച്ചു. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇരിയമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകൾ താഴെ പറയുന്ന 9 കീചകവധവും ഉത്തരാ സ്വയംവരവുമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നോർവേയുടെ ഉന്നത ബഹുമതി ആയിട്ടുള്ള ഹോർബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി പി വാക്കാണ് റൈറ്റ് ആൻസർ ആയിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇനിയും 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.